ഹായ്, റക്സച്ചനാണ്. ഇന്ന് myherbalife.com എന്ന വെബ്സൈറ്റിൽ കയറി നമ്മളുടെ അക്കൗണ്ടിൽ കയറി എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഏറ്റവും ആദ്യം നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവുക. ഏറ്റവും നോർമലായിട്ടുള്ള രീതിയായിട്ടാണ് കാണിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഐക്കണൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകാറുണ്ട്. അത് പിന്നീട് കാണിക്കാം. ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. നേരെ നമ്മൾ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ myherbalife.com അടിച്ചു കൊടുക്കുക. ഇപ്പോൾ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. myherbalife.com ഏറ്റവും മേളിൽ വന്നിട്ടുണ്ട്. സ്ഥിരം എടുക്കുന്ന ആയതുകൊണ്ടായിരിക്കാം. അത് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ലോഡ് ആയിക്കോട്ടെ കേട്ടോ. ഈ ഒരു പേജ് വന്നിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ഓർ ക്രിയേറ്റ് ആൻ ഓൺലൈൻ അക്കൗണ്ട് എന്ന് കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1 നമ്മുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക, 2 നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, 3 ഐ ആം നോട്ട് എ റോബോട്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി എൻ്റെത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് ഉപയോഗിക്കാതെ ഞാൻ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കാം. ഓക്കെ, എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഇനി എൻ്റെ പാസ്വേഡാണ്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കാണാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാം. ഇപ്പം എൻ്റെ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഐ ആം നോട്ട് എ റോബോട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നേരെ സൈൻ ഇൻ ചെയ്യുക. ഞാൻ ഓൾറെഡി ഒരു അസോസിയേറ്റ് ആണ്. അപ്പോൾ എൻ്റെ പേജ് വരുന്നത് അസോസിയേറ്റിൻ്റെ പേജിൻ്റെ സ്റ്റൈലിലായിരിക്കുള്ളൂ. ചില ആളുകൾ അവരുടെ പ്രിഫേർഡ് കസ്റ്റമർ ആയതുകൊണ്ട് പ്രിഫേർഡ് കസ്റ്റമറുടെ പേജായിരിക്കും വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ അവർക്ക് ചിലപ്പോൾ OTP വരാം. OTP വരണമെന്നുണ്ടെങ്കിൽ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പേജ് വരുള്ളൂ. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലൊരു ലെൻസിൻ്റെ പടം കാണാം. 3 ലൈൻസ് കാണുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലെൻസിൻ്റെ പടം കാണാം. ഒരു എന്താണ് ഐറ്റം മാത്രമൊക്കെയാണ് ഓർഡർ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ പ്രോട്ടീൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയ്ക്ക് മേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷെയ്ക്ക് മേറ്റിന് അടിച്ചു കൊടുക്കുക. ഷെയ്ക്ക് മേറ്റ്. എന്നിട്ട് സെർച്ച് ബട്ടൺ റൈറ്റ് സൈഡിൽ കാണുന്ന സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷെയ്ക്ക് മേറ്റിൻ്റെ ഇത് വരും. കണ്ടോട്ടാ, ഷെയ്ക്ക് മേറ്റിന് വന്നു. ഇനി ആഡ് ടു കാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾറെഡി ഒന്നൊന്നൂടെ കാണിക്കുന്നുണ്ട് ഒരു സെറ്റ്. അപ്പോൾ ഇനി ഇങ്ങനെ കാര്യങ്ങൾ വരും. അപ്പോൾ നോക്കി, ഒരു സെറ്റ് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് നേരെ അത് കാണാം. നേരെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ 3 ലൈൻസ് കണ്ടില്ലേ, ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ലെൻസിൻ്റെ പടം കാണുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് 3 ലൈൻസ്, ഏറ്റവും കോർണറിൽ ഇടതുവശത്ത് മുകളിൽ കേട്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിനകത്ത് ഷോപ്പ് എന്ന് പറഞ്ഞ് കാണാം, ആ ഷോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു പേജ് വരും. അതിനകത്ത് കോർ പ്രൊഡക്ട്സ് ഉണ്ട്, വെയ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് പല കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ഓൾറെഡി വെയ്റ്റ് മാനേജ്മെൻറ്റ് കാറ്റഗറി മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പോകാം. ഇനി അതല്ല, പല വെറൈറ്റി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി നേരെ താഴേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാം റിസോഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് ഓർഡർ ബൈ പ്രൈസ് ലിസ്റ്റ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ബൈ പ്രൈസ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇതിനകത്ത് സെർച്ച് പ്രോഡക്ട്സ് എന്ന് കണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ഓറഞ്ച് ക്രീം ഫോർമുല 1 നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തടിച്ചു കൊടുക്കാം, ഫോർമുല 1 എന്നടിക്കണേ നല്ലത് ഓറഞ്ച് എന്നടിക്കുക, ഓറഞ്ച് ക്രീം എന്നടിക്കുക. എന്നിട്ട് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് നടപ്പുണ്ടാവും ഉണ്ടാ ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ഓറഞ്ച് ക്രീം 500 ഗ്രാം. ഇവിടെ 0 ആണ് കാണിക്കണത്. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തത് 1 ആക്കുക. 1 ആയില്ലേ. ഇനി നേരെ മുകളിൽ ടൈപ്പ് ചെയ്ത ഓറഞ്ച് ക്രീമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ഇൻറ്റു മാർക്ക് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓറഞ്ച് ക്രീം മാഞ്ഞു പോകും. പോയില്ലേ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പ്രോട്ടീൻ പൗഡറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, PROT അത്രയൊക്കെ അടിച്ചാൽ മതി. താഴെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് വന്ന് നടപ്പുണ്ടാവും. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ 200 ഗ്രാം വന്ന് നടപ്പുണ്ട്. അപ്പോൾ അത് ഒന്നാക്കണം. അപ്പോൾ അതൊന്നായി. ഇനി എന്ത് ചെയ്യണം, മുകളിൽ ചെന്ന് ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്ത് PROT എന്നുള്ളത് മായ്ച്ചു കളയണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഷെയ്ക്ക് മേറ്റ് ആണ്. നോക്കിക്കോട്ടെ, ഷെയ്ക്ക് മേറ്റ് എന്ന് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഷെയ്ക്ക് എന്ന് മാത്രം അടിച്ചോ, ഷെയ്ക്ക് മേറ്റിന് കംപ്ലീറ്റ് അടിച്ചോ. കാരണം ഷെയ്ക്ക് മിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും വരും. ഷെയ്ക്ക് മേറ്റ് കംപ്ലീറ്റ് അടിച്ചോളൂ. അപ്പോൾ ഷെയ്ക്ക് മേറ്റ് വരും, കണ്ടോ. അതും നമ്മൾ ഒന്നാക്കണം. ഓക്കെ, ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് അതിൻ്റെ പേര് നമ്മളവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇനി ഷെയ്ക്ക് മേറ്റ് മായ്ച്ചു കളയുക. ഇനി നമുക്ക് എനിക്ക് വേണ്ടത് കാശ്മീരി കവ
എ ഫ്രഷാണ്. അപ്പോൾ ഞാൻ എന്താണ് എ ഫ്രഷിൻ്റെ കാശ്മീരിക്ക് അവിടെ ആ ഫ്ലേവറിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ മതി, കാഷിന് അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് താഴത്ത് വന്നിട്ടുണ്ടോ. എ ഫ്രഷ് ഒന്നും അടിക്കാൻ നിൽക്കണ്ട, ക്യാഷ് അടിക്കുമ്പോൾ എന്ത് പറ്റും, കാശ്മീരി കവയുടെ സൂചന കിട്ടിയിട്ടുണ്ടോ ഉള്ളത് കൊണ്ട് നേരെ കാശ്മീരി കവയുടെ ലിങ്ക് വരും. കണ്ട എ ഫ്രഷ് എനർജി ഡ്രിങ്ക് മിക്സ് കാശ്മീരി കവ 40 grams. നമ്മൾ നേരെ 1 കൊടുക്കുക. ഇത്രയും പരിപാടികൾ കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരു സെറ്റ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ബൈ നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുക. ബൈ നൗ താഴത്ത് കണ്ടില്ല, ബൈ നൗ. അപ്പോൾ ഇത് ചോദിക്കും, കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് അയക്കാനാണോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? ഒരു അസോസിയേറ്റ് എന്ന രീതിയിൽ കസ്റ്റമറിന് അയച്ചു കൊടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കസ്റ്റമർ ഡയറക്റ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് തന്നെ വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ സെൽഫ് പർപ്പസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആദ്യം സെൽഫ് പർപ്പസ് പഠിപ്പിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളുടെ അഡ്രസ്സിലേക്ക് വരുത്താൻ വേണ്ടി പഠിച്ചതിന് ശേഷം മാത്രമേ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വന്തം കാര്യം ആദ്യം നോക്കാം കേട്ടോ. സെൽഫ് പർപ്പസ് ഓർഡർ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടെ ഷിപ്പ് ചെയ്ത് നിങ്ങൾക്ക് തരണോ, ലൊക്കേഷനിൽ കൊണ്ട് തരണോ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വാറഹൗസിൽ പോയിട്ട് നേരിട്ട് കമ്പനിയിൽ നിന്ന് എടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കമ്പനി പോയി എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പിക്കപ്പിൽ കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരണം എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിടക്കുന്ന ഷിപ്പിംഗ് ആൻഡ് ഡ്രോപ്പ് ലൊക്കേഷൻ കൊടുക്കുക. കണ്ടോ? ഇനി അത് ഏത് അഡ്രസ്സിലേക്കാണ് വരുത്തേണ്ടത്? ഞാൻ ചിലപ്പോൾ അങ്കിളുടെ വീട്ടിൽ പോയി താമസിക്കുന്ന സമയത്ത് അങ്കിളുടെ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. അവിടെ വരും ഫുഡ്. നോക്കിയേ, എനിക്ക് എൻ്റെ സ്വന്തം അഡ്രസ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാമോ? താഴത്ത് കണ്ട ആഡ് ന്യൂ അഡ്രസ്സ് എന്ന് കിടക്കുന്നുണ്ടോ? ആഡ് ന്യൂ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഫസ്റ്റ് ലൈൻ കൊടുക്കുക, അഡ്രസ്സിൻ്റെ ബാക്കിയുള്ളത് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ പോസ്റ്റൽ കോഡ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേറ്റും സിറ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റഡ് ആയി വന്നോളും. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇത് വരുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഫുഡ് പാഴ്സലായിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. ഓക്കെ. ഇനി നിങ്ങളുടെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കൊടുക്കുക. ന്യൂട്രീഷൻ ക്ലബ്ബിലേക്കാണെന്നുണ്ടെങ്കിൽ ന്യൂട്രീഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ് കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ സേവ് ചെയ്യാൻ നേരത്തെ റെഡ് കാണിക്കാൻ കാരണം ഞാനൊന്നും എൻ്റർ ചെയ്തില്ലല്ലോ. അപ്പോൾ ക്യാൻസൽ കൊടുക്കുക. ഓൾറെഡി ഇവിടെ ക്രിയേറ്റഡ് ആയി കിടക്കുന്ന എൻ്റെ അഡ്രസ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുസാറ്റ് ജംഗ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷിപ്പ് ടു ദിസ് അഡ്രസ്സ് എന്നുള്ള ഒരു സംഗതി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അഡ്രസ്സ്, എൻ്റെ ഫോൺ നമ്പർ എല്ലാം റെഡിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഷിപ്പ് ടു ദിസ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് വരും. ഇങ്ങനത്തെ ഒരു പേജ് വരാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ പേജ് ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്തൊരു പേജാണ്. ഇതിൻ്റെ താഴെ നമുക്ക് കാണാം എത്ര വോളിയം പോയിൻ്റാണ്. 47.5 വോളിയം പോയിൻ്റാണ്. എൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് കാണാം 50%. കമ്പനി പ്രൈസിനകത്ത് ഡിസ്കൗണ്ടോട് കൂടെ നമുക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ടാക്സ് ആഡ് ചെയ്യാത്ത എമൗണ്ടാണ്. നോക്കിയേ, 2682 രൂപക്ക് എനിക്ക് ഈ ഫുഡ് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് ടാക്സ് കൂടെ ആഡ് ആകുമ്പോഴത്തേക്കും അത് വേറൊരു എമൗണ്ടായിട്ട് മാറും. ഓക്കെ. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും മുകളിൽ ഇന്ത്യയുടെ കൊടി കണ്ടില്ലേ? ആ കൊടിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൊട്ട കണ്ടില്ലേ? അതിൽ 4 എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതാണ് കാർട്ട്. നമ്മൾ ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഉന്തിക്കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഉന്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാർട്ട് കണ്ട, ആ കാർട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളുടെ ലിസ്റ്റുള്ളൊരു പേജിലേക്ക് പോകും. ഈ പേജ് നമുക്ക് ആവശ്യമുള്ള പേജാണ്. ഒന്ന് ലോഡായിക്കോട്ടെ കേട്ടോ. അത് ലോഡാവുന്നുണ്ട്. നോക്കിയേ, നമുക്കിവിടെ ചെക്ക് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണോ. ഫോർമുല ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ഓറഞ്ച് ക്രീം ആവശ്യമുള്ളതാണ്. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ 200 gram ആവശ്യമുള്ളതാണ്. ഷേക്ക് മേറ്റ് 1 ആവശ്യമുള്ളതാണ്. എത്ര എണ്ണം ഏതൊക്കെ എല്ലാം കൃത്യം ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം കഴിയാൻ നേരത്തെ ഏറ്റവും താഴേക്ക് പോവുക. നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പൈസ ഇവിടെ അല്ല, ഇനി അടുത്ത പേജിലാണ് ടാക്സും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പൈസ കാണിക്കുന്നത്. ഇതെല്ലാമായി. ഇനി നമ്മൾ നേരെ ചെയ്യേണ്ടത് പ്രൊസീഡ് ടു ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴത്ത് കണ്ടോ ഓറഞ്ച് കളറിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക.
ലോഡായിട്ടില്ല, ലോഡാവട്ടെ കേട്ടോ. ലോഡായി. നോക്കി, ഇവിടെ ഒന്നുകൂടെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ? ഓക്കെ, ശരിയാണ്. നോക്കിയ ടാക്സും കൂടെ ആഡായി കഴിയുമ്പോഴുള്ള പ്രൈസ് ഇവിടെ കാണിക്കും 3282 രൂപ 77 പൈസ. ഇതിൽ നിന്നൊരു നയ പൈസ കുറയാതെ കൂടാതെ നമ്മൾക്ക് ഈ പർച്ചേസ് ചെയ്യാനായിട്ട് വരും. ഇതാണ് കറക്റ്റ് എമൗണ്ട് ഗ്രാൻഡ് ടോട്ടലിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ടു മേക്ക് പേയ്മെൻറ്റ്. ഇനി നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേയ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാമെങ്കിൽ ചെയ്താൽ മതി. സിമ്പിളാണ്. ഇത്രയും ഇനി നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡുമായിട്ട് മാത്രം ബന്ധമുള്ളൂ. നോക്കിയോട്ടെ, ഞാനിവിടെ UPI, നെറ്റ് ബാങ്കിങ് ആൻഡ് ഓൾ കാർഡ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സെലക്ട് ആയി കിടപ്പുണ്ട്. ഞാനതൊന്നും ചെയ്യാനില്ല. ഇനി നേരെ താഴേക്ക് ചെല്ലുക. താഴേക്ക് എല്ലാം നേരത്തെ പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് താഴെ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന എമൗണ്ട് കൃത്യമായിട്ട് ഒന്നുകൂടെ കാണിക്കും. ഇവിടെ ഗ്രാൻഡ് ടോട്ടലിൻ്റെ താഴെയായിട്ട് ഒരു വൈറ്റ് കോളം കിടപ്പുണ്ട്, കണ്ടില്ലേ? ഇടതുവശത്ത് ഗ്രാൻഡ് ടോട്ടൽ എന്ന് കണ്ടില്ലേ? അതിൻ്റെ താഴെയായിട്ടൊരു ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ബ്ലൂ ആകും. അത് ടിക്ക് മാർക്ക് വന്നിട്ട് ബ്ലൂ ആകും. ഇത് ടിക്ക് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് താഴത്ത് പ്ലേസ് ഓർഡർ മങ്ങിയാണ് കിടക്കുന്നത്. ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് താഴത്തുള്ള പ്ലേസ് ഓർഡർ എന്ന് പറയുന്നത് ഇത് ആക്റ്റീവ് ആകുന്നുള്ളൂ. ഇപ്പം നല്ല ഡാർക്കായിട്ട് കാണുന്നില്ലേ? ഇനി ആ പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഗൂഗിൾ പേ വഴി ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, റുപ്പേ കാർഡ്, ഇങ്ങനെയുള്ള കാർഡുകളുണ്ട്. കണ്ട, ഈ വിസ, മാസ്റ്റർ കാർഡ്, റുപ്പേ, ഇതെല്ലാം ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് നമ്മളുടെ ഗൂഗിൾ പേ രീതി, അതായത് UPI രീതി. അത് ആദ്യം കാണിക്കാം. മുകളിലായി നമ്മൾ അടക്കാൻ വേണ്ടി പോകുന്ന എമൗണ്ട് കാണിച്ചിട്ടുണ്ട് 3282 രൂപ 77 പൈസ. അതിൻ്റെ താഴെയായിട്ട് UPI എന്ന് കാണിച്ചിട്ടുണ്ട് ഇല്ലേ? EMI എന്ന് കാണിച്ചിരിക്കുന്നതിൻ്റെ വലതുവശത്ത് UPI എന്ന് കാണിച്ചിട്ടുണ്ട് മുകളിലായിട്ട്. ആ UPIയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് നോക്കാൻ നേരത്ത് GPay എന്ന് കാണാം. GPay ഗൂഗിൾ പേ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. GPayയിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എൻ്റർ UPI അഡ്രസ്സ് എന്ന് കാണാം. അവിടെ നമ്മളുടെ ഇമെയിൽ IDയുടെ @ മുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ വട്ടം വരച്ച് വെക്കില്ലേ, അതിന് മുൻപുള്ള ഭാഗം മാത്രം ടൈപ്പ് ചെയ്യുക. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിൻ്റെ ആ ഭാഗം മാത്രം ടൈപ്പ് ചെയ്യുക. REX. ഇത്രയും കഴിഞ്ഞതിന് ശേഷം @ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്രേ കളറിലെ ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI IDയിൽ കാണിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ടച്ച് ചെയ്യുക. എൻ്റെ UPI IDയിലുള്ളത് OKHDFC ബാങ്ക് ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും rex@OKHDFC എന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഞാനത് വെരിഫൈ ചെയ്ത് നോക്കണം. താഴത്ത് വെരിഫൈ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എൻ്റെ പേര് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ജോസഫ് റെക്സ് AS. അതായത് വെരിഫൈഡ് ആയി, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നുള്ളത് വെരിഫൈഡ് ആയി. ഇനി പേന കൊടുക്കുക. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പോകണം. എൻ്റെ ഗൂഗിൾ പേ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയായി കിടക്കുന്നത് കാണാം. ഇനി ആ പേയിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഈ ഫുഡ് എൻ്റെ ഞാൻ കൊടുത്ത അഡ്രസ്സിലേക്ക് വരാൻ വേണ്ടിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ടാവും. എനിക്കിപ്പോൾ തൽക്കാലം ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് ക്യാൻസൽ ചെയ്യുവാണ്, ഗൂഗിൾ പേൻ്റെ ക്യാൻസൽ ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. എന്തിനു വേണ്ടിയാണ്? കാർഡ് വെച്ച് പേ ചെയ്യേണ്ട എങ്ങനെയെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാർഡ് വെച്ച് പേ ചെയ്യേണ്ട എങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വരുവാണ്. ഓക്കെ, നമ്മൾ UPIയുടെ കണ്ടു. ഇനി ഇടതുവശത്ത് മുകളിലായിട്ട് കാർഡ്സ്, ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ആണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ഇടതുവശത്ത് കാർഡ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാനിവിടെ വിസ കാർഡ് എടുക്കുന്നു. വിസ എടുത്തു. ഇനി
വിസ എൻ്റെ മാസ്റ്റർ കാർഡ് വിസയുടെ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ ക്രെഡിറ്റ് കാർഡ് വിസയുടെ ആണെന്നുണ്ടെങ്കിൽ വിസ എടുക്കുക, റുപ്പിയുടെ ആണെന്നുണ്ടെങ്കിൽ റുപ്പി എടുക്കുക. ഇനി ഇവിടെ എൻ്റർ ദ കാർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ പണ്ട് ഉപയോഗിച്ചെന്ന് വെച്ചാൽ കാർഡ് ഇതായതുകൊണ്ട് അവിടുത്തെ എൻ്റെ കാർഡ് നമ്പറും യൂസർ നെയിമും എക്സ്പയറി ഡേറ്റും എല്ലാം റെഡിയാണ്. ഇനി CVV നമ്പറും കൂടി അടിച്ചിട്ട് പേ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് ആവും. ഇപ്പോൾ 2 രീതിയിലുള്ള പേയ്മെൻറ്റ് രീതികളും ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടു നോക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കാര്യത്തിൽ സ്റ്റക്കായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഇത് ഒരുപാട് കാലം ഉപകരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം സൈനിങ് ഔട്ട്, ഫാദർ റെക്സ് ജോസഫ് അർക്കപ്പറമ്പിൽ.